വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ വായനഭാഗം ഇയ്യോബിൻ്റെ പുസ്തകം 11 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം ഇയ്യോബിൻ്റെ പുസ്തകം 11-ാം അധ്യായം 7-ാം വാക്യം. ദൈവത്തിൻ്റെ അഗാധ തത്വം നിനക്ക് ഗ്രഹിക്കാമോ? സർവശക്തൻ്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ? കഷ്ടതകളുടെ നടുവിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെയും അവനെ ന്യായവിധിയിലൂടെ അളക്കുവാൻ നോക്കുന്ന സുഹൃത്തുക്കളും തമ്മിലുള്ള സംവാദമാണ് ഇന്നത്തെ വായനഭാഗം. ജീവിതത്തിലെ ശോധനകൾക്ക് മധ്യത്തിൽ നാം ഏറെ ആഗ്രഹിക്കുന്നത് പോംവഴികളും ആശ്വാസവാക്കുകളുമാണ്. എന്നാൽ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എല്ലാം ശുഭകരമായിരുന്നില്ല. ഇന്നത്തെ വായനഭാഗത്തിൽ ഇയ്യോബിൻ്റെ സോഫർ എന്ന സുഹൃത്താണ് സംസാരിക്കുന്നത്. ഇയ്യോബിൻ്റെ മറ്റ് സുഹൃത്തുക്കളിൽ നിന്നും വ്യത്യസ്തനായ സോഫർ ആവേശഭരിതനും കടുത്ത ഭാഷയിൽ സംസാരിക്കുന്നവനും ദാക്ഷിണ്യമില്ലാത്തവനും ആയിരുന്നു. ഈ സംഭവ പശ്ചാത്തലത്തിൽ നിന്നും ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, മനസ്സിലാകാത്ത സാഹചര്യങ്ങളിലും ദൈവത്തെ വിശ്വസിക്കുക. മനുഷ്യരുടെ അറിവ് പരിമിതമാണ്. സോഫർ ഇയ്യോബിനോട് പറയുന്നത് ദൈവത്തിൻ്റെ ആഴങ്ങൾ മനുഷ്യന് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിയില്ല എന്നാണ്. അതാണ് നാം കുറിവാക്യത്തിൽ കേട്ടത്. ദൈവത്തിൻ്റെ അഗാധ തത്വം നിനക്ക് ഗ്രഹിക്കാമോ? സർവശക്തൻ്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ? അത് ആകാശത്തോളം ഉയരമുള്ളത്. നീ എന്തു ചെയ്യും? അത് പാതാളത്തേക്കാൾ അഗാധമായത് നിനക്ക് എന്തറിയാം? അതിനാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എല്ലായ്പ്പോഴും നമുക്ക് മനസ്സിലാകണമെന്നില്ല. അതിനാൽ അറിയാത്ത സമയത്തും ദൈവത്തിൽ വിശ്വസിക്കുക. അതിനോടൊപ്പം സോഫർ പറയുന്നത് 13-14 വാക്യങ്ങളിൽ നാം കാണുന്നു. നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കിലേക്ക് കൈമലർത്തുമ്പോൾ നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത് എന്നാണ്. നിന്റെ ജീവിതത്തിൽ നീതികേട് ഇല്ലെങ്കിൽ നീ ഉറച്ചു നിൽക്കും, ഭയപ്പെടാതിരിക്കുകയും ചെയ്യും. എന്നാൽ ദുഷ്ടന്മാർക്ക് ദൈവസന്നിധിയിൽ അവരുടെ ശരണം നഷ്ടമാകും. മരിച്ചു കളയുക എന്നതാണ് അവർക്ക് നല്ലത് എന്ന് സോഫർ പറയുന്നു. അതിനാൽ ദൈവത്തിൻ്റെ ഭയങ്കരത്വം മനസ്സിലാക്കുക. നിസ്സാരരായ മനുഷ്യർക്ക് ദൈവത്തിൻ്റെ മഹിമ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിയില്ല. എന്നിരുന്നാലും ദൈവത്തിൽ വിശ്വസിക്കുക. രണ്ടാമതായിട്ട്, ദൈവത്തിൻ്റെ അധികാരം മാറ്റമില്ലാത്തത്. തൻ്റെ സുഹൃത്തായ സോഫറിന് മറുപടിയായി 12-ാം അധ്യായത്തിൽ ഇയ്യോബ് സംസാരിക്കുന്നതായാണ് നമ്മൾ കാണുന്നത്. ഇവിടെ തൻ്റെ സുഹൃത്തുക്കളുടെ കപട ജ്ഞാനത്തെ പരിഹസിച്ചുകൊണ്ട് ഇയ്യോബ് ദൈവത്തിൻ്റെ യഥാർത്ഥ ജ്ഞാനത്തെയും ശക്തിയെയും അവിടെ ഉയർത്തി കാണിക്കുന്നു. 12-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിൻ്റെയും ശ്വാസവും അവൻ്റെ കയ്യിൽ ഇരിക്കുന്നു എന്ന്. ഇവിടെ മൃഗങ്ങളും പക്ഷികളും ഭൂമി വരെയും ദൈവത്തിൻ്റെ പരമാധികാരത്തിന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് ഇയ്യോബ് പറയുന്നു. അതിനാൽ സകലവും ദൈവത്തിൻ്റെ കയ്യിലാണ്. അതിനാൽ ജീവനും ജീവിതവും നമ്മുടെ നിയന്ത്രണത്തിലല്ല, മറിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് ജീവിതത്തിൽ പ്രകാശം കെട്ടുപോകുമ്പോഴും കാര്യങ്ങൾ മനസ്സിലാകാതെ വരുമ്പോഴും ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ വിശ്വസിക്കുക. അവൻ നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ട്. അങ്ങയെ ചോദ്യം ചെയ്യുന്ന അനുഭവങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. അങ്ങനെ കഠിനമായ ഞങ്ങളുടെ അനുഭവങ്ങളിലെല്ലാം അങ്ങയുടെ പരമാധികാരത്തിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ എപ്പോഴും ബലപ്പെടുത്തണമേ. ഇയ്യോബിനെ പോലെ മരണത്തെ മുഖാമുഖം കാണുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും ഭയപ്പെടാതെ ആഴമുള്ള വിശ്വാസത്തിനുടമകളാക്കി ഞങ്ങളെ തീർക്കണമേ. ആമേൻ.